ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെബിനാറിൻ്റെ വിഷയം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മരണം എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് പലപ്പോഴും പറയപ്പെടുന്നുണ്ടെങ്കിലും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ ഒരു വിഷയം സംസാരിക്കണമെന്ന് എടുക്കുവാനുള്ളൊരു കാരണം, മരണത്തോടുള്ള ഭയം കാരണം നമുക്ക് അനുഗ്രഹമായി ലഭിച്ച ജീവിതത്തെ ആസ്വദിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്ന, ജീവനോടെ നിൽക്കാൻ കഴിയുന്ന നിമിഷങ്ങളെപ്പോലും സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോഡക്ഷനായിട്ട് തുടക്കത്തിൽ തന്നെ ഇത് പറയാൻ കാരണം. എന്തുകൊണ്ടാണ് ഈ വിഷയം എടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള കാരണം ഇതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, മനുഷ്യൻ യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് നിരവധി തവണ അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ അവൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മരണത്തെ അവൻ വീണ്ടും വീണ്ടും അവൻ്റെ ഉള്ളിൽ കാണുക. പലപ്പോഴും മരണം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വിഷയമാണ്, അല്ലെങ്കിൽ ഒരു മതവിഷയമാണ്. മതം പഠിച്ചിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സ്പിരിച്വലി വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളോ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമായിട്ടൊക്കെ ഈ മരണത്തെ പൊതുവിൽ കാണാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് സാധാരണ ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദനയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത് നമുക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഒന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇതിൽ ആദ്യം നമുക്ക് മരണം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഈ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, മരണം ഒന്നിൻ്റെയും അവസാനമല്ല എന്നുള്ളതാണ്. ഏത് മതവിശ്വാസ പ്രകാരമാണെങ്കിലും മരണം ഒരു അവസാനമാണ് എന്നുള്ള ചിന്തയാണ് കൂടുതൽ ആളുകളിലും ഉള്ളത്. പക്ഷേ വിശ്വാസം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരിക്കലും ഒരു അവസാനമല്ല, ഒരു ട്രാൻസിഷനാണ്. അതൊരു ഒരു ഒരു മാറ്റത്തിൻ്റെ ഒരു ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ വേറൊരു തുടക്കമാണ്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ജനനവുമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ജീവൻ ലഭിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ജീവൻ ലഭിച്ച ഒരു കുഞ്ഞിൻ്റെ ഒരു ട്രാൻസിഷനാണ് അവൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു എന്ന് പറയുന്നത്. അവൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തിലേക്ക് അവൻ വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു യോജിപ്പിൻ്റെ ഒരു മേഖല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മേഖലയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ്, ഈ മരണവും ഇതുപോലെയാണ്. ഇപ്പോൾ മരണത്തിന് ശേഷം എന്ത് എന്നുള്ളത്, രണ്ട് കൺസെപ്റ്റുകളാണ് ലോകത്ത് പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. ഒന്ന് പുനർജന്മമാണ്, രണ്ടാമത് നമ്മൾ തന്നെ വീണ്ടും ദൈവത്തിൻ്റെ ചോദ്യോത്തരങ്ങൾക്കൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ തന്നെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് രണ്ടാണെങ്കിലും ഇവിടെ സംഭവിക്കുന്നത് ഒരു മാറ്റമാണ്. അപ്പോൾ മരണം എന്ന് പറയുന്ന ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ പുനർജനിക്കും, അതല്ലെങ്കിൽ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകുന്ന ഒരു സാഹചര്യത്തിലുള്ള സിസ്റ്റത്തിലേക്ക് പോകുന്നു. അപ്പോൾ വിശ്വാസം വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏത് വിശ്വാസമാണെങ്കിലും അവിടെ നടക്കുന്നത് എന്താണ്? ഒരു മാറ്റം മാത്രമാണ്. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മരണം എന്ന് പറയുന്നത് എല്ലാം അവസാനിക്കുന്ന ഒന്നല്ല, ഒരു മാറ്റം മാത്രമാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്, കാരണം എപ്പോഴും മനുഷ്യന് അവസാനിക്കുമ്പോഴാണ് ഭയമുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം അവസാനിക്കുകയാണെന്ന് പറയുമ്പോൾ അവൻ എന്തുണ്ടാവും? കൂടുതൽ ഭയമുണ്ട്. രണ്ടാമത്തത്, എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഭയത്തിൻ്റെ പിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്ന ആ പ്രോസസ് ഹൈലി പെയിൻഫുൾ ആണ് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന ഒരു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അല്ല മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഹൈലി പെയിൻഫുൾ ആണ് എന്നുള്ളതാണ്. അത് ചില വിശ്വാസങ്ങളിൽ നിന്നും ഒക്കെ വന്നതാണ്. നമുക്ക് ആർക്കും അറിയില്ല. കാരണം മരിച്ചു കഴിഞ്ഞ ഒരാളും വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഏത് ഇത് അത്രയും വലിയ പെയിൻഫുൾ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വിശ്വാസപരമായിട്ട് അല്ലെങ്കിൽ ചില മതങ്ങളുടെ വിശ്വാസങ്ങളിലൊക്കെ പറയുന്നത് മരണം എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിനും രണ്ട് തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് ഭയപ്പെട്ടത് കൊണ്ട് ആരുടെയെങ്കിലും മരണത്തിൻ്റെ വേദന കുറഞ്ഞതായിട്ടും അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് മരണം ഒരു ഒരു പെയിൻഫുൾ ആണ്, വേദനയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഭയപ്പെട്ടത് കൊണ്ട് നമുക്ക് മരണത്തിൻ്റെ പ്രോസസ്സിൽ വരുന്ന വേദനയ്ക്ക് കുറവൊന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ നമുക്ക് എടുക്കാനുള്ള സ്റ്റെപ്പ്, തിരിച്ചറിവ് എന്താണ് എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ മരണത്തോടുള്ള ഒരു ഭയം ഉള്ളത് നഷ്ടപ്പെടലുകളാണ്. ഇപ്പോൾ നമുക്ക് ഉള്ള നമ്മുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നു, കുടുംബങ്ങളെ നഷ്ടപ്പെടുന്നു, നമുക്കിപ്പോൾ ഉള്ള സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ പല ആളുകളിലും പലതരത്തിലുള്ള നഷ്ടപ്പെടലുകളെക്കുറിച്ചുള്ള ചിന്തയാണ് ഒരു തരത്തിൽ ഈ മരണത്തോടുള്ള ഒരു ഭയം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ്. നഷ്ടപ്പെടലുകൾ സത്യത്തിൽ ഈ ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ആരും ഒരു കാര്യവും ഇതുവിടെ മാറ്റിവെച്ചതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മളെല്ലാ കാര്യങ്ങളും അതോടുകൂടി നമുക്ക് അടക്കി പൂട്ടി വെക്കാമെന്ന് പറഞ്ഞതായിട്ടും അറിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയാണോ ഈ ലോകത്ത് നടന്നുകൊണ്ടിരുന്നത്, അത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം അതുപോലെയായി മാറും. എല്ലാം നടക്കും. കരയുന്ന ആളുകൾ ചിരിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ടി വികൾ ഓണാവും. വീണ്ടും സീരിയലുകൾ അതാത് സമയത്ത് വീടുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. കോമഡി പ്രോഗ്രാമുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെടലുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ അവശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതും അവരുടെ വേദനിക്കുന്ന ഒരു മെമ്മറിയായി കുറച്ച് നാൾ നിലനിന്നുകൊണ്ട് അവർ അവരുടെ സാധാരണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമുക്ക് നിർബന്ധിതമായിട്ട് ലോകത്തെ ഏതു സിസ്റ്റത്തിനും, ഞാനെപ്പോഴും എനിക്ക് പിന്നെ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ലോകത്ത് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ഏകാഭിപ്രായമുണ്ട് എങ്കിൽ അതൊരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ളതാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ലോകത്ത് ആരെങ്കിലും മരണപ്പെടാതെ നിലനിൽക്കുമെന്ന വാദഗതിയുമായിട്ട് ആരും വരുന്നുമില്ല. അപ്പോൾ ഇത് അത്രയും ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യത്തെ നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഈ മരണത്തോടുള്ള ഭയത്തിന് കാരണമുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മരണശേഷം നമുക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ഭയമാണ്. അതായത് നമ്മൾ ചെയ്തതിനൊക്കെ നമുക്ക് ശിക്ഷ ലഭിക്കുമോ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലമൊക്കെ മരണത്തിന് ശേഷം ലഭിക്കുമോ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തതിനനുസരിച്ചാണ് ഇനി പുനർജന്മമായാലും അതല്ലെങ്കിൽ
പരലോക ജീവിതമായാലും, അതായത് മരണത്തിന് ശേഷമുള്ള മറ്റൊരു ലൈഫായാലും നമ്മൾ ചെയ്തതിൻ്റെ ഫലമല്ലേ കിട്ടുക എന്നുള്ളതാണ് മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആളുകളിൽ വരുന്ന വേറൊരു ഭയം. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മരണമോ മരണശേഷം നടക്കുന്ന കാര്യങ്ങളോ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഈ ജീവിതമാണ്. കാരണം ഈ ജീവിതമാണ് ആ ജീവിതത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തെ എത്രമാത്രം നമുക്ക് നന്മയുള്ളതാക്കാം, എത്രമാത്രം ശരികളിലൂടെ കടന്നു പോകാം, എത്രമാത്രം നമുക്ക് സമ്പുഷ്ടമാക്കാം, ഫലഭൂരിഷ്ടമാക്കാം, എത്രമാത്രം സമ്പന്നതയുള്ളതാക്കാം, എത്രമാത്രം നമുക്ക് ഈ ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗം ജീവിക്കുന്ന ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാം. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും, ഈ ജീവിതത്തെ നന്നായിട്ട് മനസ്സിലാക്കുവാനും, ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നന്നായി മനസ്സിലാക്കി ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തന്നെയാണോ മരണത്തിന് ശേഷം വരുന്നത് അത് നമുക്ക് ഗുണകരമാണ് എന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അതും എന്താണ് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. വേറെ ഒരു കാരണം എന്ന് പറയുന്നത് കുറേ അൺകംപ്ലീറ്റഡ് ബിസിനസ്സുകളുണ്ട്. പറഞ്ഞു തീർക്കാനുള്ളത്, കൊടുത്തു തീർക്കാനുള്ളത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മറ്റൊരു കാരണം, ഭയം തോന്നാനുള്ള കാരണം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പറയാനുള്ള കുറേ ആൾക്കാരോടൊക്കെ പറയാനുള്ളതൊക്കെ പറയുക. അതിന് നമുക്ക് പിന്നെ ഏതെങ്കിലും നമ്മുടെ അടുത്ത ആളുകളുടെ മരണം കേൾക്കാൻ വേണ്ടി കാത്തിക്കേണ്ടതൊന്നുമില്ല. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മരണഭയം നമുക്ക് വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ് അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് ലൈഫ് തുടങ്ങാൻ പോകുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്. ഈ മരണം എന്ന് പറയുന്ന ട്രാൻസിഷൻ, ആ ഒരു പ്രോഗ്രാമിനെ വളരെ ആഹ്ലാദത്തോടു കൂടി സമീപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ആഘോഷം, ഒരു വിവാഹ ഘോഷയാത്ര പോകുന്നത് പോലെ മരിച്ച ആളെ സംസ്കരിക്കാൻ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സിനിമയിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ആഹ്ലാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു കാര്യമായി, അല്ലെങ്കിൽ ഒരു ഒരു ശുഭ കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ കഴിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോഴാണ് നമ്മളിൽ ഈ ഫിയർ ആക്റ്റീവ് ആവുക. അത് കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പഴയ ആൾ തന്നെ ആയിട്ട് മാറും. പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു സുഹൃത്തോ പിന്നെ അല്ലെങ്കിൽ പിന്നെ വേറെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരിക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇത് കാര്യമായിട്ട് ആക്റ്റീവ് ആവുക. ഇതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. ഇപ്പോൾ ടി വിയിലൂടെയൊക്കെ നമ്മൾ പല വാർത്തകൾ കേൾക്കും. അപ്പോഴൊന്നും നമുക്ക് ഇത് വല്ലാതെ നമ്മളെ ബാധിക്കാറില്ല. ഇപ്പോൾ പിന്നെ വാഹനാപകടത്തിൽ 3 ആൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടിട്ട് വല്ലാതെ നമുക്ക് ബേജാറ് വരാറില്ല. എന്നാൽ അതിൽ നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ബേജാറ് വരും. ഞാനിത് പറയുന്നത് എവിടെയാണ് ഈ ഫിയർ ആക്റ്റീവ് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടു, ഏത് വാഹനാപകടത്തിൽ 3 ആൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ പത്രത്തിൻ്റെ 7-ാമത്തെ പേജിൽ ഒരു 2 കോളം വാർത്ത വായിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുള്ളൂ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മൾ അറിയുന്ന ആളോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളോ ആണ് എങ്കിൽ അപ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരികയും ഈ സാധനം ആക്റ്റീവ് ആവുകയും ചെയ്യും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കും. ഈസി ആയില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പോൾ അപ്പോഴാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് വരുന്നത്. ഇനി എന്താണ് നമുക്കിതിനെ എങ്ങനെയാണ് ശരിക്ക് ഒരു മരണത്തെ സമീപിക്കേണ്ടത് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കി. മരണത്തെ എപ്പോഴും സമീപിക്കേണ്ടത്, മരണം എന്നത് ഒരു ശുഭമായ ഒരു കാര്യമായിട്ടാണ്. അതായത്
ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴുള്ള അതുപോലെ തന്നെ വളരെ ശുഭകരമായ ഒരു കാര്യമാണ് മരണം എന്ന് പറയും. ആ അദ്ദേഹം ഈ ലോകത്ത് കുറച്ചു നാൾ ജീവിച്ചു കഴിഞ്ഞു. ആ ജീവിതത്തിന് ശേഷം ആ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു വേ എന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു വ്യക്തിക്ക് മരണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? അവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആള് നന്നായി അണിയിച്ചൊരുക്കി ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കി അതിൻ്റെ അടുത്ത സിസ്റ്റം എന്താണോ നമ്മുടെ ട്രഡീഷണലായിട്ട് വരുന്ന ഏതാണോ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് നിമിഷം വരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മുടെ ബഹുമാനം പ്രകടിപ്പിച്ച് ഏറ്റവും നന്നായി യാത്ര അയക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ യാത്ര അയക്കാൻ കഴിയുന്ന ഒരു കരുത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. സാധാരണ സംഭവിക്കുന്നത് നമ്മൾ തളർന്നു പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ആവുന്നതിനേക്കാൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് അതിനൊക്കെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്ത് അവരുടെ കൂടെ അവരുടെ ഏറ്റവും ഈ ലോകത്തെ എൻഡ് വരെ നിലനിൽക്കുക, നമ്മൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളിൽ ലീഡ് ചെയ്യുക, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ആ കർമ്മങ്ങളിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ് എന്നും ഇത് ഇത്ര സിമ്പിളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. മറ്റത് നമുക്കിത് എന്തൊക്കെയോ എല്ലാം ദുരൂഹതയാണ് പലപ്പോഴും. ഈ ദുരൂഹതകൾ എപ്പോഴും നമുക്ക് ഭയമാണ് ഉണ്ടാക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവുമായി ഡിസ്കണക്ട് ചെയ്യും. ഏത് വിശ്വാസപ്രകാരമായാലും സിമ്പിൾ കാര്യമാണ്, നമ്മുടെ ശരീരവും നമ്മളുമായിട്ട് ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് മരണം എന്ന് പറയുന്ന പ്രോസസ്സ്. ആ ഡിസ്കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത്, പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ബോഡി എന്നോ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് എന്താണ് പറയുക, അങ്ങനെയൊക്കെയാണ് പറയുക. നമ്മുടെ പേരവിടെ കട്ട് ചെയ്യപ്പെട്ടു ആ നിമിഷം മുതൽ. അതിനർത്ഥം നമ്മളുമായിട്ട് നമ്മുടെ ബോഡി ഡിസ്കണക്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ബാക്കിയുള്ള ആളുകൾക്ക് ആ ബോഡിയെ റെസ്പെക്റ്റോട് കൂടിയിട്ട് അതിൻ്റെ സംസ്കാര രീതിയിൽ സംസ്കരിക്കപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെ ഒരു നാച്ചുറൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് സംഭവിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളെ അല്ലെങ്കിൽ വളരെ ആക്റ്റീവായും വളരെ ക്രിയാത്മകമായും ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കപ്പെടാതിരിക്കാൻ നമുക്ക് അതിനെ തടയിടാൻ കഴിയും. പലപ്പോഴും സംഭവിക്കുന്നത് മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തെ കൃത്യമായി ആസ്വദിക്കുവാനോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ മാറ്റിവെക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സൈക്കിളിൻ്റെ ഭാഗം. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടി നടക്കണം. ആ കുട്ടി ജനിച്ച ഉടനെ നടക്കുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. ആ കുട്ടി ഒരു സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്. പറയുന്നത് ക്ലിയർ ആവുണ്ടോ? കുട്ടി എന്ത് ചെയ്യുന്നു, നീന്താൻ തുടങ്ങുന്നു, ഇരിക്കാൻ തുടങ്ങുന്നു, പിന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങുന്നു, പിന്നെ ഒറ്റയ്ക്ക് നടക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നടക്കും. ഇതുപോലെയാണ് നമ്മുടെ ലൈഫ് സൈക്കിളിൻ്റെ ഒരു പാർട്ടാണ്. അവൻ ജനിക്കുന്നു, അവൻ വളരുന്നു, അവൻ ട്രാൻസ്ഫോർമേഷനിലൂടെ വരുന്നു. കാരണം ജനിച്ച് വീഴുമ്പോഴുള്ള ഫേസ് അല്ല ഇപ്പം നമുക്കുള്ളത്. അത് കഴിഞ്ഞ് ഒരു ഒരു പിന്നെ കൗമാരകാലത്തുള്ള ഒരാളല്ല ഇപ്പം നമ്മളായിട്ടുള്ളത്. അത് കഴിഞ്ഞൊരു യുവത്വത്തിൻ്റെ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് സ്റ്റെപ്പുകളുണ്ട്. ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുവത്വം അങ്ങോട്ട് കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ ആളുകളുടെ മനസ്സിൽ വരുന്നത്, ഒരു കാലുവേദന വന്നാലും അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇത് എനിക്ക് പോകാനുള്ള സിഗ്നലാണ് എന്നാണ് തോന്നുന്നത്. ഒരു 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 ഏജ് കഴിഞ്ഞാൽ സത്യത്തിൽ ലോകത്ത് മരണപ്പെടാനൊരു പ്രായത്തിൻ്റെ യാതൊരു സ്വാധീനവും ഇല്ല. പ്രായം മരണത്തിന് ഒരു ഘടകമേ അല്ല. കാരണം പല ആളുകളും മരണപ്പെടുന്നത് വാർദ്ധക്യം കൊണ്ടുമല്ല. നമ്മൾ നിരന്തരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണത്. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടെ ഒരു കാലുവേദന വന്നാലും മരണവുമായി കണക്ട് ചെയ്യുന്നു.
ഒരു ചൊറിച്ചിൽ വന്നാൽ പോലും മരണവുമായിട്ട് കണക്ട്, ഒരു കടച്ചിൽ വന്നാൽ അത് മരണവുമായി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വളരെ ലഘുവായോ ചെറുതായോ നമ്മൾ കാണേണ്ട കാര്യം മരണവുമായി കണക്ട് ചെയ്തുകൊണ്ട്, ഡെത്തുമായി കണക്ട് ചെയ്തുകൊണ്ട് വലിയ സാധനമാക്കിയിട്ട് നമ്മൾ തന്നെ സഫർ ചെയ്യാണ്, സ്വന്തമായിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുക. അപ്പം അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതമുണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം, ഇപ്പോഴത്തെ ഈ ജീവിതം, ഈ ജീവിതത്തിൻ്റെ ആസ്വാദനം, അല്ലെങ്കിൽ ഈ ജീവിതത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകേണ്ട, ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകേണ്ട, ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് വരാതെ നമ്മൾ നോക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് ഇതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത്. മരണത്തെ നമ്മൾ ഉൾക്കൊള്ളുക. മരണം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രോസസ്സായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്, കുറച്ചും കൂടിയും ഒരു സ്പിരിച്വൽ വേയിൽ പറയുകയാണ് എങ്കിൽ, മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു ആനന്ദമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല കാര്യമായിട്ട്, ശുഭമായ ഒരു കാര്യമായിട്ട് ഡെത്തിനെ നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനത്തെ ഒരു കാര്യമല്ല എന്നുള്ളതിന് ലോകത്ത് ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ കാര്യം പറയണമെങ്കിൽ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒന്നും കാണാനില്ല. മരണം എന്ന് പറയുന്ന ഒരു വലിയ കെടുതിയാണെന്നോ, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണെന്നോ ഒന്നും എവിടെയും കാണാൻ. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് മരണപ്പെടാനുള്ള ഭയം മറ്റുള്ളവരുടെ മരണവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ ആവലാതിയും വേവലാതിയും ഒക്കെ പറയുന്നു എന്നേ ഉള്ളൂ. അതുപോലും സത്യത്തിൽ നമ്മൾ മരിക്കുന്നതിനുള്ള ഭയത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. അതായത്, നമ്മൾ മറ്റുള്ളവർ മരിക്കുമ്പോൾ പോലും നമുക്കുണ്ടാവുന്ന സങ്കടങ്ങളും ബേജാറുമെല്ലാം റിയലി നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്ന് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് ഒന്ന്. രണ്ടാമത്, ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. മൂന്നാമത്, മരണം എന്ന് പറയുന്നത് ഏറ്റവും ഈ ലോകത്ത് സംഭവിക്കുന്ന നിരവധി നല്ല കാര്യങ്ങളിൽപ്പെട്ട ഒരു നല്ല കാര്യമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ലോകത്ത് നമ്മൾ അതാത് സമയത്ത് നമ്മുടെ സമയം തീരുമ്പോൾ കടന്നു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രോസസ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. MTയുടെ ഒരു രസകരമായ കഥയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ പേര്? അതായത്, ഒരാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നുണ്ട്. എൻ്റെ പേര് ഞാൻ ഇന്ന് പറയണമെന്ന് വെച്ച് ഓർത്തു വെച്ചതായിരുന്നു. അതായത്, ഒരാൾ വലിയ അസുഖമായിട്ട് മരണമൊക്കെ തീരുമാനിച്ച് കുടുംബങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം ആരോഗ്യവാനായിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൈനീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ പിന്നെ ബേജാറാണ്. എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ബോഡിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് ഇയാൾ ജീവനോടെ വളരെ ആരോഗ്യവാനായിട്ട് കയറി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ട ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് കടന്നു പോവുക എന്നതാണ് ഏറ്റവും ശുഭകരം. അതാത് സമയത്ത് നടന്നോളും, നമ്മളതിനെക്കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ ലോകത്ത് ഓരോ ആളുകൾക്കും ഓരോ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് അത് നടന്നുകൊള്ളും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുവരെയുള്ള നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് ഇവിടെ ആരും വേദനിക്കുന്നില്ല എന്നൊന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. എൻ്റെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നൊന്ന് ഉറപ്പുവരുത്തുക. എൻ്റെ ചിന്തകൾ ഒരാളെയും നശിപ്പിക്കാനോ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക.
ഞാൻ എടുക്കുന്ന ഓരോ ആക്ഷനുകളും എനിക്ക് നന്മ വരുത്തുന്നതാണ്, എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നന്മ വരുത്തുന്നതാണ്, എൻ്റെ നാടിനും ഈ ലോകത്തിനും നന്മയുള്ളതാണ് എന്ന് ഉറപ്പുവരും. ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. മാത്രമല്ല വളരെ ശുഭകരമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയുമാണ്.